ഒരു പ്രാവശ്യം അമ്മയും മകനും തമ്മിൽ വഴക്കുണ്ടായി. ദേഷ്യം വന്ന മകൻ അമ്മയോട് പറഞ്ഞു, അമ്മ എപ്പോഴും പറയാറില്ലേ അമ്മയോടുള്ള കടം എനിക്കൊരിക്കലും വീട്ടാൻ കഴിയത്തില്ല എന്ന്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ കടം വീട്ടാൻ പോവുകയാണ്. പറ, എന്താണ് നിങ്ങൾക്ക് ഞാൻ തിരികെ തരേണ്ടത്, പകരം തരേണ്ടത്? പണം, സ്വർണം, വെള്ളി, വജ്രം, മറ്റാഭരണങ്ങൾ വല്ലതും? എന്താണ് ഞാൻ നൽകേണ്ടത്? ഇത് കേട്ട് പുഞ്ചിരിച്ചും കൊണ്ട് അമ്മ പറഞ്ഞു, മോനെ, ഇതുകൊണ്ടൊന്നും നിന്റെ കടം തീരത്തില്ല. വാസ്തവത്തിൽ നീ കടം തീർക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി എൻ്റെ കൂടെ നീ മുറിയിൽ കിടന്നുറങ്ങണം. മോൻ വിചാരിച്ചു, ഓ, ഒരു രാത്രിയല്ലേ, അതിനിപ്പോൾ എന്താ. അവൻ അതിന് പൂർണ്ണമായി സമ്മതിച്ചു. മകന് ഉറക്കം വരാൻ തുടങ്ങിയപ്പോൾ അമ്മ ചെറിയ ശബ്ദത്തിൽ മകനോട് പറഞ്ഞു, മോനെ, എനിക്ക് ദാഹിക്കുന്നു, അല്പം വെള്ളം എടുത്തു തരൂ. അവൻ എഴുന്നേറ്റ് പോയി വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു. അമ്മ കുറച്ച് വെള്ളം കുടിച്ചു. ബാക്കി വെള്ളം അറിയാതെ അവൻ്റെ കിടക്കയിൽ വീണു. മകൻ ചോദിച്ചു, അമ്മേ, ഇതെന്താ ചെയ്തത്? എൻ്റെ ബെഡാകെ നനഞ്ഞല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു, പോട്ടെ മോനെ, ഒരു രാത്രിയല്ലേ, നീ കിടന്നുറങ്ങിക്കോ. അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ശബ്ദം കേൾക്കുന്നു, മോനെ, അല്പം വെള്ളം വേണം. മകന് ദേഷ്യം വന്നു. കുറച്ചു മുമ്പല്ലേ അമ്മ വെള്ളം കുടിച്ചത്. അമ്മ പറഞ്ഞു, മോനെ, ചൂടല്പം കൂടുതലാണ്, അതിനാൽ തന്നെ എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. വീണ്ടും അവൻ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. വീണ്ടും പഴയതുപോലെ കുറച്ച് കുടിച്ചു. ബാക്കി അവൻ്റെ ബെഡിൽ തന്നെ വീണു. ഇപ്പോൾ അവന് വല്ലാത്ത ദേഷ്യം വന്നു. അമ്മയോട് കോപത്തോടെ ആക്രോശിച്ചും കൊണ്ട് സംസാരിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, ഞാൻ വൃദ്ധയായില്ലേ മോനെ, തെറ്റുപറ്റിയതാണ്, നീ അങ്ങ് ക്ഷമിക്ക്. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വീണ്ടും വെള്ളം ആവശ്യപ്പെട്ടു. ഉടനെ മകൻ കോപിച്ചും കൊണ്ട് ചാടി എഴുന്നേറ്റു. ഞാനിപ്പോൾ നിങ്ങളുടെ ഒരു കടവും വീട്ടുന്നില്ല, ഞാൻ എൻ്റെ റൂമിലേക്ക് പോവുകയാണ്. ഇത് കേട്ട അമ്മ മകൻ്റെ കവിളത്ത് ഉറക്കെ ഒരടി കൊടുത്തു. എന്നിട്ട് ആദ്യമായി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഒറ്റ രാത്രി കൊണ്ട് നീ ക്ഷീണിച്ചല്ലോ മോനെ. ഞാൻ നിന്റെ കിടക്ക നനച്ചത് ശുദ്ധജലം കൊണ്ടാണ്. പക്ഷേ നീ ചെറുപ്പമായിരുന്നപ്പോൾ നിന്റെ മൂത്രം കൊണ്ടും മലം കൊണ്ടും എൻ്റെ കിടക്ക നീ വൃത്തികേടാക്കി. ഞാൻ അന്ന് ആ രാത്രികൾ ആ മൂത്രത്തിലാണ് കിടന്നുറങ്ങിയത്. എന്നിട്ടും ഞാൻ നിന്നെ ഉണങ്ങിയ സ്ഥലത്തേക്ക് മാറ്റി കിടത്തിയിട്ടാണ് കിടക്കുന്നത്. ഞാൻ 2 തവണ വെള്ളം ചോദിച്ചപ്പോഴേക്ക് നിന്റെ അവസ്ഥ മാറിയല്ലോ. നീ ചെറുപ്പമായിരുന്നപ്പോൾ രാത്രികളിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം, ഇടയ്ക്കിടയ്ക്ക് പാല് ഇങ്ങനെ ആവശ്യപ്പെടുമായിരുന്നില്ലേ? ഞാനന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവയെല്ലാം നിനക്ക് തന്നില്ലേ? നിനക്ക് അസുഖം വരുന്ന സമയങ്ങളിലൊക്കെ രാത്രി മുഴുവൻ മാറോട് ചേർത്ത് മുറ്റത്തുകൂടി ഇങ്ങനെ നടക്കത്തില്ലായിരുന്നോ? ഉറക്കൊഴിഞ്ഞ് ഞാൻ നിന്നെ മടിയിലിരുത്തി കുഞ്ചിക്കില്ലായിരുന്നോ? കാരണം നീ സമാധാനമായിട്ട് ഉറങ്ങാൻ വേണ്ടിയല്ലായിരുന്നോ? എന്നിട്ട് ഇന്ന് നീ വന്നിരിക്കുന്നോ അമ്മയുടെ കടം വീട്ടാൻ വേണ്ടി? മോനെ, ഒരു ജന്മമല്ല 7 ജന്മം നീ വിചാരിച്ചാലും അമ്മ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കടം വീട്ടാൻ കഴിയത്തില്ല. മാതാപിതാക്കളുടെ കടം മക്കൾ മനസ്സിലാക്കണമെങ്കിൽ മക്കളും മാതാപിതാക്കളായി തീരണം. പക്ഷെ സത്യം ഇതാണ്, അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് അതൊരു കടമല്ല, അതൊരു വരദാനമാണ്. അതിന് പകരമായി ഒരു മക്കളെ കൊണ്ടും കൊടുത്തു തീർക്കാൻ കഴിയത്തില്ല.